വഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ക്വാണ്ടം തിയറിയെ കുറിച്ചിട്ടാണ്. ഈ ക്വാണ്ടം തിയറിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം അത് എത്ര സാധാരണ ജനങ്ങളിലേക്ക് അത് അധികം എത്തിയിട്ടില്ല. കാരണം അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ്, ഫിസിക്സിന്റെ ഒരു മേഖലയാണ് ക്വാണ്ടം ഫിസിക്സ് എന്നുള്ള മേഖല. കാരണം ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഈ ക്വാണ്ടം തിയറിന്റെ ക്വാണ്ടം എന്നുള്ള വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ്. അതായത് ലാറ്റിൻ ഭാഷയിൽ അതിന് അമൗണ്ട് അല്ലെങ്കിൽ അമൗണ്ട് എന്നുള്ളൊരു അർത്ഥം ഉള്ള ഒരു വാക്കായിട്ടാണ് ലാറ്റിനിൽ ഉപയോഗിക്കുന്നത്. ഫിസിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നേച്ചറിനെ മാത്തമാറ്റിക്കലി നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ ഫിസിക്സിൽ 1800 കാലഘട്ടങ്ങളിൽ ക്ലാസിക്കൽ ഫിസിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉരുത്തിരിഞ്ഞു വന്നതാണ് ക്വാണ്ടം ഫിസിക്സ് എന്നുള്ള ഒരു ആശയം. ക്വാണ്ടം ഫിസിക്സ് അതിനുശേഷം വന്ന ഒരു ഇതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഫിസിക്സിന്റെ ലോസ് വലിയ ഒബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് നമ്മൾ അതിൽ കാണാൻ സാധിക്കും. അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചെറിയ ആറ്റംസിന്റെ കാര്യത്തിൽ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അതിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ലോസ് നമുക്ക് അതിൽ അപ്ലിക്കേബിൾ ചെയ്ത് കാണാൻ സാധിക്കില്ല. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പോലത്തെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ഇതിന് നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച്, അതായത് ന്യൂട്ടന്റെ ഫിസിക്സ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഈ ക്വാണ്ടം ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടുപേരും. ഒന്ന് മാർക്ക് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ക്വാണ്ടം ഫിസിക്സിന്റെ പിതാവ്. അദ്ദേഹം ഈ ഇതിന് പാർട്ടിക്കൽ നേച്ചറാണ്, അതായത് ഈ പ്രകാശത്തിന് പാർട്ടിക്കൽ നേച്ചറാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ടായി. അതായത് പ്രകാശം വെള്ളം പോലെയല്ല, ഒരു മുട്ടയുടെ രീതിയിലാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. കാരണം മുട്ട നമുക്ക് 1, 2 എന്നൊക്കെ ആയിട്ട് നമുക്ക് വിഭജിക്കാം. ഒരു പാക്കറ്റ്സ്, അതായത് അദ്ദേഹം ഉപയോഗിച്ച സയന്റിഫിക് ടേം പാക്കറ്റ്സ് എന്നാണ് ഉപയോഗിച്ചത്. അത് 1, 2 ആയിട്ട് നമുക്ക് അതിന്റെ കണികകളെ നമുക്ക് എണ്ണാൻ സാധിക്കും. പക്ഷെ വെള്ളത്തിന് നമുക്ക് 1, 2 എണ്ണാൻ സാധിക്കില്ല. പക്ഷെ 1.5 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, മുട്ടയെ കിട്ടില്ല. അതിനാണ് അദ്ദേഹം ആ ടേം അവിടെ ഉപയോഗിച്ചത്. പാക്കറ്റ്സ് എന്നാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ക്വാണ്ടം എന്നത് അതിന്റെ ബഹുവചനം എന്നത് ക്വാണ്ട എന്ന് ആണ് നമ്മൾ ഓർക്കുക. അദ്ദേഹം ഈ ആശയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ഈ ആശയം അധികകാലം നിന്നു പോകില്ല എന്ന്. പക്ഷേ 1905 ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിക്കുന്ന സമയത്ത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഫൈനൽ കൺക്ലൂഷൻ എത്താൻ സാധിക്കാത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ ആശയത്തെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം പോലും വിശ്വസിക്കാത്ത ആശയത്തെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുകയാണ്. അങ്ങനെയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്താകുന്നത്, ലോകത്തിലേക്ക് എല്ലാവരുടെ അടുത്തേക്ക് പ്രചാരണത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെന്റ് സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് എത്താത്തതിന്റെ കാരണം ഇതിന്റെ പല നേച്ചറുകളാണ്. ഒന്ന് ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു നേച്ചർ. അതായത് നമ്മള് ഒരു നമ്മളൊരു സ്ലിറ്റ് 2 വെച്ചിട്ട്, അതായത് നമ്മളൊരു വേവിനെ തരംഗത്തെ നമ്മളിങ്ങനെ കടത്തിവിടുമ്പോൾ, 2 ദ്വാരങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ഈ ഒരു വേവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 വേവായിട്ട് മാറും. ആ വേവുകൾ 2 കൂടി കലർന്നിട്ട് അപ്പുറയുള്ള മതിലിൽ അത് പല സ്ലിറ്റുകളായിട്ട് രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ നേച്ചറാണ് ഈ എക്സ്പെരിമെന്റിലൂടെ കൂടിയിട്ട് നമുക്ക് നെയിൽസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കാണിച്ചു തരുന്നത്. അതായത് പാർട്ടിക്കൽ നേച്ചറിന് പുറമെ ഇതിന് വേവ് നേച്ചറും കൂടി ഉണ്ട് എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്.
ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഐൻസ്റ്റീൻ പറഞ്ഞു ഇതിന് പാർട്ടിക്കൽ നേച്ചറാണ്. പാർട്ടിക്കൽ നേച്ചറിന്റെ പ്രത്യേകത നമ്മളൊരു കല്ലെടുത്തൊരു കുളത്തിലേക്ക് എറിയുകയാണെങ്കിൽ ആ കുളത്തിൽ പോയി വീഴുമ്പോൾ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇതിന് ആ കൃത്യം പോയിന്റ് നമുക്ക് പോയിന്റ് ചെയ്യട്ടോ ചെയ്യാൻ പറ്റും. പക്ഷെ വേവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് പല ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടുകയാണെങ്കിൽ പല ഇതായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് പോയി കൊള്ളുമ്പോഴത്തേക്ക് അത് പല ഇതായിട്ട് തളച്ചതായിട്ട് കാണാൻ സാധിക്കും. ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിള് നമ്മുടെ ഈ ക്ലാസിക്കൽ ഫിസിക്സിലെ ന്യൂട്ടന്റെ തിയറീസ് പോലെയാണ് ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിള് ക്വാണ്ടം ഫിസിക്സ് ഉള്ളത്. അതും ക്ലാസിക്കൽ ഫിസിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ന്യൂട്ടന്റെ തിയറീസ് ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെയാണ് ഹെയ്സൻബർഗിന്റെ ഇക്വേഷൻസ് നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ 1901 സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസും നമ്മളൊരു സ്ലിറ്റിൻ്റെ അകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ പാർട്ടിക്കൽ നേച്ചർ മാത്രമാണെങ്കിൽ അത് ഒന്നായിട്ട് പോയി പതിക്കും, നമ്മൾ രണ്ടായിട്ട് പതിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക സ്വഭാവം രൂപപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ വീക്ഷിക്കുമ്പം ഇത് പാർട്ടിക്കൽ നേച്ചറായിട്ട് ബിഹേവ് ചെയ്യുകയും നമ്മൾ വീക്ഷിക്കാത്ത സമയത്ത് ഇതിനെ വേവ് നേച്ചറായിട്ട് ഇത് ബിഹേവ് ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ വീക്ഷിക്കുന്നത് ഇതിനെ എങ്ങനെയോ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതായത് നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് മാത്രം ഇത് ഒരു ദ്വാരത്തിലൂടെ കടന്നു പോയിട്ട് കറക്റ്റ് ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് കിട്ടേണ്ട ഭാഗത്ത് ഒരു പോയിന്റ് ആയിട്ട് കാണുകയും നമ്മൾ വീക്ഷിക്കാത്ത സമയത്ത് ഇത് തരംഗ സ്വഭാവമായിട്ട് പല സ്ലിറ്റുകളായിട്ട് വരും. അതായത് ഈ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ഇവിടുന്ന് ഇലക്ട്രോൺ കടത്തി വിടുമ്പോൾ ആ ഭാഗത്തൊരു സെൻസർ വെച്ച് ഇതിനെ വീക്ഷിക്കുകയാണ്, ഇത് രണ്ട് ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന്, വേവ് നേച്ചർ കിട്ടുന്നുണ്ടോ. പക്ഷേ ഈ സെൻസർ നോട്ട് ചെയ്യുമ്പോൾ മാത്രം അവിടെ എന്താകുന്നുണ്ട്, ഒരു സ്ലിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഐൻസ്റ്റീന്റെ അടുത്ത് സോർജൻഡർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു കത്ത് എഴുതുന്നുണ്ട്. അതായത് ഒരു ബോക്സിന്റെ അകത്ത് ഒരു പൂച്ചയെ വെച്ച് അവിടെ ഇതുപോലെ കടത്തി വിടുമ്പോൾ രണ്ട് ഇലക്ട്രോണുകൾ അപ്പുറം ഇപ്പുറയും വരുന്നുണ്ടെങ്കിൽ വിഷം കാരണം ഈ പൂച്ച ചത്തുപോകും, ഹാമർ വന്ന് ഇടിച്ച് വിഷം കാരണം ചത്തുപോകും എന്ന് പറയുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് ഈ സൂപ്പർ ഇമ്പോസ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം നടക്കുകയാണെങ്കിൽ പൂച്ചയ്ക്ക് ഒരേ സമയം ജീവൻ ഉണ്ടാകും, അത് ഒരേ സമയത്ത് മരിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.